കഴിഞ്ഞ തവണ എം കെ രാഘവനെ പരാജയപ്പെടുത്താൻ CPM കോഴിക്കോടിനെ സംബന്ധിച്ച് ഏറ്റവും ജനകീയനായ പ്രദീപ് കുമാറിനെയാണ് ഇറക്കിയത്. പക്ഷേ രാഷ്ട്രീയ സാഹചര്യം അനുകൂലമായിരുന്നില്ല. പിന്നെ എം കെ രാഘവനെ കുറിച്ച് പറയുമ്പം രാഘവേട്ടൻ കണ്ണൂരുകാരനാണ് ശരിക്കും. കണ്ണൂരിൽ നിന്ന് ആദ്യമായിട്ട് പുള്ളി കോഴിക്കോട് വന്ന് മത്സരിക്കുമ്പോൾ എല്ലാവരും കണ്ണൂർ പറഞ്ഞത് പോയി തോറ്റിട്ട് വരൂ എന്നുള്ള മട്ടിലാണ്. കാരണം കോഴിക്കോട് അത്രയും ഒരു ഇടത് സീറ്റായിട്ടാണ് കണ്ടിരുന്നത്. പക്ഷേ എം കെ രാഘവൻ 2009 ജയിച്ചു, 2014 ജയിച്ചു, 2019 ജയിച്ചു. ഇതാണ് കോഴിക്കോടിനെ സംബന്ധിച്ച്. അങ്ങനെ കണ്ണൂരുകാരനായ രാഘവൻ കോഴിക്കോടുകാരുടെ രാഘവേട്ടനായി മാറി. ഇത്തവണ CPM ഈ പറഞ്ഞ ഒരു ഡ്രീം റൺ എന്നൊക്കെ പറയാവുന്ന എം കെ രാഘവന്റെ ആ യാത്രയെ ഒന്ന് തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടാണ് എളമരം കരീമിനെ നാട്ടുകാരനെന്ന് പറയുമ്പോൾ സ്നേഹമൊക്കെ വരുന്നുണ്ടല്ലേ? ഞങ്ങളുടെ നാട്ടുകാരൻ എന്നുള്ളൊരു വികാരമൊക്കെ ഉണ്ടല്ലേ രാഘവേട്ടൻ എന്ന് പറയുമ്പോൾ. എന്തായാലും എം കെ രാഘവനെ സംബന്ധിച്ച് ഇത് പുള്ളി വളരെ ജനകീയനായി കഴിഞ്ഞു കോഴിക്കോടിനെ സംബന്ധിച്ച്. ഈ തവണ എളമരം കരീം എന്ന് പറയുന്ന ഏറ്റവും പ്രമുഖനായ ട്രേഡ് യൂണിയൻ രംഗത്തെ, അതുപോലെ തന്നെ CPM സംബന്ധിച്ച് കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള എളമരം കരീമിനെയാണ് ഇറക്കുന്നത്. അപ്പോൾ ഇത്തവണ ഫൈറ്റ് വളരെ കടുക്കും. കാരണം കോഴിക്കോടിനെ സംബന്ധിച്ച് എളമരം കരീം ദീർഘകാലമായി കോഴിക്കോട് ജില്ലയിൽ പൊതുപ്രവർത്തനം നടത്തുന്ന, കേരളമാകെ അല്ലെങ്കിൽ അഖിലേന്ത്യാ തലത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു തൊഴിലാളി നേതാവാണ്. അപ്പോൾ കരുത്തനെ ഇറക്കി ഇത്തവണ ജയിക്കുക എന്നുള്ളതാണ് LDFന്റെ പ്ലാൻ. അതുകൊണ്ട് ഇത്തവണ സംസ്ഥാനത്ത് ഇഞ്ചോടിഞ്ച് മത്സരം നടക്കാൻ പോകുന്ന മണ്ഡലങ്ങളിൽ ഒന്നായിട്ട് കോഴിക്കോട് ഞാൻ ആര് ജയിക്കുമെന്ന് പ്രവചിക്കുന്നില്ല. വളരെ ശക്തമായ മത്സരം ഇത്തവണ കോഴിക്കോട് നടക്കും. കോഴിക്കോടിനെ സംബന്ധിച്ച് എളമരം കരീം എന്ന് പറഞ്ഞപ്പോൾ എളമരം കരീമും രാഷ്ട്രീയമായി പിച്ചവെച്ച് നടന്ന മണ്ണാണ്. എം കെ രാഘവൻ കഴിഞ്ഞ 15 കൊല്ലമായി കോഴിക്കോടിൻ്റെ MP ആയി, ഇപ്പോൾ ഓരോരുത്തർക്കും അറിയുന്ന ആളായി നിൽക്കുന്നു. അപ്പോൾ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫൈറ്റിലേക്ക് പോകാം. BJPയെ സംബന്ധിച്ചും BJP ജയിക്കാൻ വേണ്ടിയിട്ടല്ലെങ്കിൽ പോലും നല്ല രാഷ്ട്രീയ പോരാട്ടം കാഴ്ചവെക്കാൻ ഉദ്ദേശിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് കോഴിക്കോട്. വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ പോരാട്ടം തന്നെയായിരിക്കും. അപ്പോൾ ആ രാഷ്ട്രീയ പോരാട്ടത്തിൽ ആര്, പിന്നെ മറ്റ് ഘടകങ്ങൾ, നേരത്തെ പറഞ്ഞ സാമുദായിക ഘടകങ്ങൾ എങ്ങനെ വർക്ക് ചെയ്യും തുടങ്ങിയ കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ ന്യൂനപക്ഷ, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗങ്ങൾക്ക് ഇടയിൽ വിവിധ സംഘടനകൾ തമ്മിൽ നടക്കുന്ന ചില അവർക്കിടയിലുള്ള ചില ആഭ്യന്തര വൈരുദ്ധ്യങ്ങളുണ്ടല്ലോ, അതൊക്കെ എങ്ങനെ പ്രതിഫലിക്കും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും ശക്തമായിട്ടുള്ളൊരു രാഷ്ട്രീയ പോരാട്ടം നടക്കും. അപ്പോൾ നിയമസഭാ മണ്ഡലങ്ങൾ എടുത്താൽ, ഈ മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലങ്ങൾ എടുത്താൽ MK മുനീറിൻ്റെ മണ്ഡലം ഒഴിച്ച് ബാക്കി എല്ലാ മണ്ഡലങ്ങളും LDFനൊപ്പമാണ്. കോഴിക്കോട് നഗരത്തിലെ 2 മണ്ഡലവും ഇത്തവണ LDFനൊപ്പമാണ്. അഹമ്മദ് ദേവർകോവിലും അതുപോലെ തന്നെ തോട്ടത്തിൽ രവീന്ദ്രനും ജയിച്ചു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ നിയമസഭാ ഇലക്ഷന്റെ കണക്ക് വെച്ചിട്ട് LDFന് അനുകൂലമായ ഒരു സെനാരിയോ ഉണ്ട്. പക്ഷേ അതുപോലെയല്ല, നിയമസഭയിലേക്ക് ആൾ വോട്ട് ചെയ്യുന്നത് പോലെയല്ല പാർലമെന്റ് ഇലക്ഷന് വോട്ട് ചെയ്യുന്നത് എന്ന ഘടകമുണ്ട്. അപ്പോൾ രാഷ്ട്രീയമായി നല്ല മത്സരം നടക്കാനുള്ള സകല സാഹചര്യവും കോഴിക്കോടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത്തവണത്തെ ഇൻട്രസ്റ്റിംഗ് ഫൈറ്റുകളിൽ ഒന്ന് നടക്കുന്നത് ഒരു സംശയവും വേണ്ട. അതിശക്തമായ ഒരു രാഷ്ട്രീയ വടംവലി തന്നെ കോഴിക്കോട് ഉണ്ടാവും അല്ലേ? കോഴിക്കോട് വളരെ രസകരമായ രാഷ്ട്രീയ പോരാട്ടം ഉണ്ടാവും. എനിക്ക് തോന്നുന്നു ചെറിയ മാർജിനുള്ള വിജയമാണ് ഇത്തവണ. മനസ്സിലുള്ളവരുടെ യഥാർത്ഥ സ്വഭാവമൊക്കെ നമുക്ക് അന്നറിയാം. എന്തായാലും ആർക്കാണ് കോഴിക്കോട് ഹലുവ കഴിക്കാനുള്ള യോഗം? കോഴിക്കോടുകാരുടെ ഖൽബിൽ MK രാഘവനാണോ എളമരം കരീമാണോ എന്നുള്ളത് നമ്മൾ അറിയുന്നത് ഇലക്ഷന് വോട്ടെണ്ണുന്ന സമയത്തായിരിക്കും. ഞാനൊരു പ്രവചനത്തിനില്ല. ഞാനും ഇല്ല. അല്ല, നമുക്ക് കണ്ടറിയാൻ തന്നെയാണ് ഞാനും പറയുന്നത്.